നൂറ്റാണ്ടുകൾക്കുമപ്പുറം നീളുന്ന ചരിത്രത്തിൻ്റെ ശേഷിപ്പുകളും സംസ്കാരവും നെഞ്ചേറ്റുന്ന നാടാണ് കൊല്ലം. കുണ്ടറ വിളംബരത്തിൻ്റെയും കടക്കൽ വിപ്ലവത്തിൻ്റെയും ജ്വലിക്കുന്ന സ്മരണകൾ നെഞ്ചേറ്റുന്ന നാട്. സി കേശവനും ആർ ശങ്കറും അടക്കമുള്ളവർ പകർന്നു നൽകിയ രാഷ്ട്രീയ ബോധ്യത്തെ പിന്തുടരുന്ന കൊല്ലത്തിൻ്റെ രാഷ്ട്രീയ മനസ്സ് ഇത്തവണ എങ്ങോട്ടാണ്? അഷ്ടമുടിക്കായൽ അതിൻ്റെ ആഴങ്ങളിൽ ഒളിപ്പിച്ചു വെച്ച രാഷ്ട്രീയ സൂചനകൾ എന്ത്? നമുക്ക് പരിശോധിക്കാം. KL40യിൽ ഇന്ന് കൊല്ലം ജില്ല. കൊല്ലത്തെ രാഷ്ട്രീയ ചതുരംഗക്കളത്തിൽ കരുനീക്കങ്ങൾ ശക്തമാക്കി കഴിഞ്ഞു മുന്നണികൾ. ആര് വെട്ടും, ആര് വീഴും, ആര് വാഴും, അതാണ് നമ്മൾ പരിശോധിക്കുന്നത്. എനിക്കൊപ്പം ഞങ്ങളുടെ പ്രതിനിധി സെയ്ഫ് സൈൻലാബുദ്ദീൻ കൂടി ചേരുന്നുണ്ട്. സെയ്ഫ്, സ്വാഗതം. സെയ്ഫ് കൊല്ലംകാരനാണ്, അതുകൊണ്ട് തന്നെ കൊല്ലത്തെക്കുറിച്ച് കുറച്ചുകൂടി എന്നേക്കാൾ ആധികാരികമായി സംസാരിക്കാൻ കഴിയുമെന്നാണ് ഞാൻ കരുതുന്നത്. എന്തായാലും ആകെ 11 നിയമസഭാ മണ്ഡലങ്ങൾ, അതിൽ 9 കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDFിനൊപ്പമായിരുന്നു. വലിയ ആധിപത്യം, ഒരു സമഗ്ര ആധിപത്യം തന്നെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ LDFിനുണ്ടായി. കുണ്ടറയും കരുനാഗപ്പള്ളിയും അല്ലേ, 2 സീറ്റുകൾ മാത്രമായിരുന്നു UDFിനുണ്ടായിരുന്നു. ബാക്കിയെല്ലാം ഇങ്ങനെ ചുവന്ന് കിടന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ഫലം വരുമ്പോൾ പക്ഷേ ഇത്തവണ ഇടതുമുന്നണിക്ക് അത്രമേൽ ഈസി വാക്ക് ഓവർ ഉണ്ടാവില്ല, അല്ലെങ്കിൽ കഴിഞ്ഞ തവണത്തെ അത്ര ഒരു സമഗ്രാധിപത്യം ഉണ്ടാവാനുള്ള സാധ്യതയും കുറവാണ്. കാരണം അതിൽ പ്രധാനപ്പെട്ട ഉദാഹരണം എന്ന് പറയുന്നത് കൊല്ലം കോർപ്പറേഷനാണ്. 30 വർഷത്തിന് ശേഷം, അതായത് കൊല്ലം കോർപ്പറേഷൻ രൂപീകരിച്ചതിന് ശേഷം ഇതാദ്യമായി അവർക്ക് LDFിന് ഭരണം നഷ്ടപ്പെട്ടിരിക്കുന്നത്. എന്താണ് നിലവിൽ കൊല്ലത്തിൻ്റെ ഒരു ചിത്രം എന്താണ്? കൊല്ലം എങ്ങോട്ടാണ് ചിന്തിക്കുന്നത്? സുനിൽ, അത് കുറച്ച് വാക്കിലൊക്കെ പറഞ്ഞ് അവസാനിപ്പിക്കുക. ഇപ്പോൾ 2016 ചിത്രം എടുത്താൽ 91 സീറ്റോട് കൂടിയാണ് പിണറായി വിജയൻ അധികാരത്തിൽ വരുന്നത്. അന്ന് കൊല്ലത്ത് 11 സീറ്റും ചുവന്നിരുന്നതാണ്. ഒരൊറ്റ സീറ്റ് പോലും UDFിന് കിട്ടിയില്ല. 2016 21 വരുമ്പോഴത്തേക്ക് 99 സീറ്റ് കിട്ടിയപ്പോൾ 11-ൽ 9 സീറ്റ് മാത്രമാണ് കിട്ടിയത്. 2 നഷ്ടപ്പെട്ടു. ഈ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ സുനിൽ പറഞ്ഞൊരു ഫാക്ടർ ഇതിനകത്തുണ്ട്. കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ കൊല്ലത്ത് വലിയ ആധിപത്യം ഇടതുമുന്നണിക്ക് ഉണ്ടാകുന്നതാണ്. ഇത്തവണ അത് കൊല്ലം കോർപ്പറേഷൻ എടുത്താലും ഗ്രാമപഞ്ചായത്തുകൾ എടുത്താലും എല്ലാം ഒരു സമഗ്രാധിപത്യം പുലർത്താൻ വേണ്ടി ഇടതുമുന്നണിക്ക് കഴിഞ്ഞിട്ടില്ല എന്നൊരു വസ്തുത നിലനിൽക്കുന്നുണ്ട്. കൊല്ലത്ത് ഈ തെരഞ്ഞെടുപ്പിൽ എന്തൊക്കെ വിഷയങ്ങളായിരിക്കും പ്രധാനമായും തെരഞ്ഞെടുപ്പ് ചർച്ചയാവുകയെന്നാണ് സെയ്ഫ് കരുതുന്നത്? കൊല്ലത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത് പരമ്പരാഗത വ്യവസായത്തിൻ്റെ ഒരു മേഖലയാണ്. കശുവണ്ടി ഏറ്റവും കൂടുതൽ കയറ്റി വിട്ടുകൊണ്ടിരുന്ന, ഏറ്റവും കൂടുതൽ കശുവണ്ടി ഫാക്ടറി ഉള്ളൊരു ജില്ല ഏതെന്ന് ചോദിച്ചാൽ അതിനകത്ത് ആദ്യത്തെ ഉത്തരം കൊല്ലം ജില്ല എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോൾ നമ്മൾ എവിടെ നോക്കിയാലും കശുവണ്ടി ഫാക്ടറികൾ അടഞ്ഞു കിടക്കുകയാണെന്നില്ല. അതുകൊണ്ട് ഈ പരമ്പരാഗത വ്യവസായത്തിൽ നിന്ന് ജോലി ചെയ്ത് നിത്യ ചെലവിന് പണം കണ്ടെത്തിയിരുന്ന ആൾക്കാർ അത് വലിയ രീതിയിൽ ബുദ്ധിമുട്ടുന്നുണ്ട്. അവരൊക്കെ ഇടതുപക്ഷത്തോട് ചേർന്ന് മുഴുവൻ പേര് ഇടതുപക്ഷത്തോട് ചേർന്ന് നിൽക്കുന്ന ആളാണ്. അതാവുന്ന ഒന്നാമത്തെ തിരിച്ചടിയായിട്ട് വരാൻ പോകുന്ന കാര്യം. അതിന് യാതൊരു തരത്തിലുള്ള സംശയവുമില്ല. തിരിച്ചടിയാവുന്നുണ്ടെങ്കിൽ, ഭരണവിരുദ്ധ വികാരം ഏൽക്കുന്നുണ്ടെങ്കിൽ അതൊന്നാമത്തെ സാധനമായി വരും. CPMന്റെ സിറ്റിംഗ് MLA മാർ അവരെല്ലാം തുടരാനാണോ സാധ്യത? CPMന്റെ സിറ്റിംഗ് MLA മാരിൽ ചില ആൾക്കാർ തുടരാൻ സാധ്യത കുറവാണ്. 80-85% സിറ്റിംഗ് MLA മാർ മാത്രമായിരിക്കും. ബാക്കിയുള്ളിടങ്ങളിൽ ചിലപ്പോൾ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയാണ്. PC വിശ്വനാഥും CR മഹേഷും രണ്ടുപേരും ഉറപ്പായും അവിടെ തുടരുമെന്ന് നമുക്ക് ഉറപ്പിക്കാം. ഉറപ്പായി. കൊല്ലത്തെ ചില പ്രത്യേകമായ ചില മണ്ഡലങ്ങൾ മാത്രം എടുത്ത് നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. വലിയ പ്രതീക്ഷയില്ലല്ലേ. തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പ് ഞങ്ങൾക്ക് നൽകിയ ഒരു ഊർജ്ജമുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കൊല്ലം കോർപ്പറേഷനാണ്. കഴിഞ്ഞ തവണ കേവലം 2 സീറ്റുകൾ മാത്രമാണ് കൊല്ലം പോലൊരു ജില്ലയിൽ കോൺഗ്രസിന് ലഭിക്കുന്നത്, അല്ലെങ്കിൽ UDFിന് ലഭിക്കുന്നത്. ഇത്തവണ അത് എത്രയാക്കി വർദ്ധിപ്പിക്കാൻ കഴിയുമെന്നാണ്? പകുതിയിൽ കൂടുതൽ എന്ന് പറയുമ്പോൾ 6, 7 up to 8 വരെ ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. കൊല്ലത്ത് മാത്രമായി ഇത്തവണ UDF ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട പ്രചാരണ വിഷയങ്ങൾ എന്തൊക്കെയായിരിക്കും? കൊല്ലത്ത് ഞങ്ങൾ മുഖ്യമായി മുന്നോട്ട് വെക്കുന്നത് കശുവണ്ടി മേഖലയാണ്. ലക്ഷോപലക്ഷം കശുവണ്ടി തൊഴിലാളികൾ, അവരുടെ ജീവിതം തകർന്നിരിക്കുകയാണ്. ആ കശുവണ്ടി തൊഴിലാളികളുടെ ആത്മഹത്യ കൊല്ലത്തുണ്ടാകാതിരുന്നത് ആ തൊഴിലുറപ്പ് മേഖലയിൽ അങ്ങനെ ഒരു ഡ്രീം പ്രോജക്റ്റ് UPA സർക്കാർ കൊണ്ടുവന്നുകൊണ്ടാണ്. കഴിഞ്ഞ തവണ ഞങ്ങൾക്ക് നിലവിലുണ്ടായിരുന്ന 2 സീറ്റുകൾ ജില്ലയിൽ നഷ്ടപ്പെട്ടിരുന്നു. അതൊന്ന് കരുനാഗപ്പള്ളിയും 2 കുണ്ടറയുമാണ്.
നഷ്ടപ്പെട്ടു പോയ 2 കൂടി തിരിച്ചു പിടിച്ച് നിലവിലുള്ളത് നിലനിർത്തി കൊല്ലം ജില്ല പഴയ കാലത്തെ പോലെ 100% ഇടതുപക്ഷം വിജയിക്കുന്ന ജില്ലയുടെ പട്ടികയിലേക്ക് തന്നെ ഇത്തവണ എത്തും എന്നത് തന്നെയാണ് ഞങ്ങൾ കണക്കാക്കുന്നത്. അതുകൊണ്ട് ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലെ അമിത ആത്മവിശ്വാസവും ജാഗ്രത കുറവും ഒരുപാട് കാര്യങ്ങൾ ജനങ്ങൾക്ക് നാട്ടിലും ചെയ്തപ്പോൾ അതെല്ലാം വോട്ടാവും എന്ന് ധരിച്ച് പഴയ കാലങ്ങളെപ്പോലെ ജാഗ്രതയോടെ തീരുമാനങ്ങൾ എടുക്കാനും പ്രവർത്തിക്കാനും കഴിയാതിരുന്നതിൻ്റെ പേരിൽ കോർപ്പറേഷന് ചില നഷ്ടങ്ങൾ വന്നു എന്നത് വസ്തുതയാണ്. അതെല്ലാം ശരിയായ നിലയിൽ പരിശോധിച്ച് തിരിച്ച് അവിടെല്ലാം തിരിച്ചു വരവിൻ്റെയും പഴയ കാലത്തെ പോലെ തന്നെ മുന്നേറുകയും ചെയ്യുന്നതിൻ്റെ വസ്തുതകളാണ് പുറത്ത് വരുന്നത്. നമ്മുടെ കൊല്ലം ജില്ലയിൽ നെടുവത്തൂർ പഞ്ചായത്ത് ഭരണം പിടിക്കാൻ സാധിച്ചിട്ടുണ്ട്. കൊല്ലം കോർപ്പറേഷനിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു വലിയ മുന്നേറ്റം ഉണ്ടാക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എവിടെയൊക്കെയാണ് മറ്റ് മണ്ഡലങ്ങൾ ബി.ജെ.പിക്ക് വലിയ സ്വാധീനമുള്ള കൊട്ടാരക്കരയിൽ നമുക്ക് ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് 36,000 അടുപ്പിച്ച് വോട്ടുകളുണ്ട്. കുന്നത്തൂരും അതേപോലെ തന്നെ 35,000 അടുപ്പിച്ച് വോട്ടുകളുണ്ട്. അപ്പോൾ കുന്നത്തൂരും കൊട്ടാരയൊക്കെ നിങ്ങൾക്ക് പ്രതീക്ഷയുള്ള മണ്ഡലങ്ങളാണ്. പത്തനംതിട്ടയായിട്ട് ചേർന്ന് നടക്കുന്ന സ്ഥലമാണ്, ശബരിമലയായിട്ട് ചേർന്ന് നടക്കുന്ന സ്ഥലമാണ്. അതിൻ്റെ ഒരു എഫക്റ്റ് ഒക്കെ സ്വാഭാവികമായി ഉണ്ടാവുമോ വിശ്വാസം? തീർച്ചയായിട്ടും. കാരണം ആ സ്വർണ്ണക്കൊള്ളയുമായിട്ട് ബന്ധപ്പെട്ട് ജനങ്ങളുടെ ഇടയിൽ തന്നെ ഒരു അസംതൃപ്തി ഇട്ടുണ്ട്. അതാണ് ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുള്ളത്. അപ്പോൾ സൈഫ്, നമ്മൾ കൊല്ലത്ത് നിന്ന് സംസാരിക്കുമ്പോൾ ആദ്യം കൊല്ലം നിയമസഭാ മണ്ഡലത്തെക്കുറിച്ച് തന്നെ വേണം സംസാരിക്കാൻ. കാരണം കൊല്ലം നിയമസഭാ മണ്ഡലം ഈ തെരഞ്ഞെടുപ്പിൽ ഒരുപാട് രാഷ്ട്രീയ കൗതുകങ്ങൾ കൂടി ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് മുകേഷിൻ്റെ സ്ഥാനാർത്ഥിത്വമാണ്. മുകേഷ് മത്സരിക്കുമോ, ഇല്ലെങ്കിൽ പകരം ആര്? മാത്രമല്ല, ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDFന് വലിയ മേൽക്കൈ ഈ മണ്ഡലത്തിൽ ലഭിച്ചിട്ടുണ്ട്. അത് നിലനിർത്തിയാൽ വലിയ അട്ടിമറി ഉണ്ടാക്കാൻ സാധിക്കുമെന്ന ഒരു പ്രതീക്ഷയും UDFനുണ്ട്. എന്തായിരിക്കും മുകേഷ് മത്സരിക്കാൻ സാധ്യതയുണ്ടോ? 2ാം ടേമിൻ്റെ ഏറ്റവും അവസാനത്തേക്ക് വരുമ്പോഴാണ് ആ പ്രശ്നം ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കുമെന്ന് വെച്ചാൽ വിവാദങ്ങളിൽ പോയി പെട്ടതുകൊണ്ട് അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കുക എന്നുള്ളത് ഒരുപക്ഷെ CPMനെ സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമായി വിലയിരുത്തപ്പെടുന്നു. അങ്ങനെ മുകേഷ് വന്നില്ലെങ്കിൽ പകരം ആരായിരിക്കും സ്ഥാനാർത്ഥി? പകരം ഒരുപാട് പേരുകൾ നമ്മളിങ്ങനെ കേൾക്കുന്നുണ്ട്. പകരം ഏറ്റവും പ്രധാനമായും നമ്മൾ കേൾക്കുന്നത് ഒന്ന് ജില്ലാ സെക്രട്ടറിയുടെ ചുമതലയുള്ള ആൾ തന്നെയാണ്, ജയമോഹൻ, S. ജയമോഹൻ. അദ്ദേഹം കൊല്ലത്തെ പാർട്ടിയുടെ ഏതാണ്ടൊരു പ്രധാനപ്പെട്ട നേതാവായി വിലയിരുത്താം. കാശി കോർപ്പറേഷൻ്റെ ചെയർമാനായിരുന്നു. ഇപ്പോൾ സുദേവന് സുഖമില്ലാതായപ്പോൾ ജില്ലാ സെക്രട്ടറിയുടെ ചുമതല വഹിക്കുന്ന അദ്ദേഹം S. ജയമോഹൻ, അദ്ദേഹം തന്നെയാണ് പ്രഥമ പരിഗണനയിലുള്ളത്. പിന്നീടുള്ളത് PK ഗോപൻ, DYFയുടെ തീപ്പൊരി നേതാവാണ്. നമ്മുടെ ചർച്ചയിലൊക്കെ പങ്കെടുക്കുന്ന ആളാണ്. ഗംഭീരമായിട്ട് സംസാരിക്കും, വലിയ പ്രാസംഗികനാണ്. PK ഗോപനും സജീവ ചർച്ചയിലുള്ള ആൾ തന്നെയാണ്. ഈ സ്ഥാനാർത്ഥി പട്ടികയിൽ PK ഗോപനും സജീവ ചർച്ചയിലുള്ളതാണ്. പിന്നീട് നമുക്ക് പരിചിതമായ മുഖങ്ങൾ തന്നെയാണ്. ചിന്താജെറോമിൻ്റെ പേര് എല്ലാ തിരഞ്ഞെടുപ്പിലും പറഞ്ഞു കേൾക്കും നമ്മൾ. ഒന്ന് കുണ്ട്ര, ഒന്ന് കൊല്ലം, ഇങ്ങനെ പറഞ്ഞ് കേൾക്കും. ഇതുവരെ ആ സ്ഥാനാർത്ഥിത്വത്തിലേക്ക് ചിന്ത എത്തിച്ചേർന്നിട്ടില്ല. ഇത്തവണയും ചിന്തയുടെ പേര് സജീവമായി തന്നെ പരിഗണിക്കുന്നുണ്ട്. കാരണം ചിന്ത കൊല്ലംകാരിയാണ്, കൊല്ലം മണ്ഡലത്തിലുള്ള ആളാണ്. അന്നേരം കൊല്ലത്തെക്കുറിച്ച് ധാരണയുള്ള ആളാണ്, യുവനേതാവാണ്. അങ്ങനെ ചിന്തയുടെ പേര് പറഞ്ഞു കേൾക്കുന്നുണ്ട്. പിന്നൊന്ന് കേന്ദ്ര കമ്മിറ്റി അംഗമായ CS സുജാതയുടെ പേരാണ്. സുജാതയെ കൊണ്ടുവരണം എന്നൊരു അഭിപ്രായം പാർട്ടി നേതൃതലത്തിലുണ്ട്. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ബിന്ദു കൃഷ്ണ തന്നെയെന്ന് ഏതാണ്ട് ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. കുണ്ടറയിലാണ് ഞങ്ങളുള്ളത്. കുണ്ടറയിൽ വരുമ്പോൾ വെലുത്തമ്പി ദളവയും 1809 അദ്ദേഹത്തിൻ്റെ കുണ്ടറ വിളംബരവുമൊന്നും ഓർക്കാതെ പോകാൻ കഴിയില്ല. അത് ചരിത്രത്തോടുള്ള നീതികേട് കൂടിയാണ്. പക്ഷേ നമ്മൾ സംസാരിക്കുന്നത് കുണ്ടറ നിയമസഭാ മണ്ഡലത്തെക്കുറിച്ചാണ്. എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ തവണ 2ാം പിണറായി സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ആദ്യ മന്ത്രിസഭയിൽ ഉണ്ടായിരുന്ന മന്ത്രിമാരിൽ തെരഞ്ഞെടുപ്പ് രംഗത്ത് മത്സരിച്ച തോറ്റുപോയ ഒരേ ഒരു മന്ത്രി മേഴ്സിക്കുട്ടിയമ്മയാണ്, ജെ മേഴ്സിക്കുട്ടിയമ്മ. അപ്രതീക്ഷിതമായ ഒരു പരാജയമായിരുന്നു കുണ്ടറയിൽ കഴിഞ്ഞ തവണ അവർക്കുണ്ടായത് PC വിഷ്ണുനാഥിനോട്. ഇത്തവണ വീണ്ടും ആ ചിത്രം ആവർത്തിക്കുമോ എന്നതാണ് നമ്മുടെ ഒരു ചോദ്യം. PC വിഷ്ണുനാഥ് തന്നെയാണ് എന്തായാലും UDF സ്ഥാനാർത്ഥിയെന്ന് ഉറപ്പാണ്. മേഴ്സിക്കുട്ടിയമ്മ വരുമോ? ജെ മേഴ്സിക്കുട്ടിയമ്മ സ്ഥാനാർത്ഥിയായി വരുമോ? മേഴ്സിക്കുട്ടിയമ്മ സ്ഥാനാർത്ഥിയായി വരണം എന്ന് പാർട്ടിയിൽ ഒരു വിഭാഗത്തിന് കടുത്ത ആഗ്രഹമുണ്ട്. കാരണം സീനിയറായിട്ടുള്ള നേതാവാണ്. കൊല്ലം ജില്ലയിലെ തന്നെ വനിതാ CPM നേതാക്കളിൽ പ്രമുഖയാണ്. കുണ്ട്ര മണ്ഡലത്തെക്കുറിച്ച് കൃത്യമായ ധാരണയുള്ള ആളാണ്. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ സംഭവിച്ചതെന്തെന്ന് വെച്ചാൽ അതിൻ്റെ ഉള്ളിലേക്ക് പോവുകയാണെങ്കിൽ കുറേ കാര്യങ്ങളുണ്ട്. നമ്മൾ പുറമേ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ആഴക്കടൽ മത്സ്യബന്ധനം, ഇത് കുണ്ട്ര മണ്ഡലത്തിൽ കുറേ തീരദേശ മേഖലകളുണ്ട്. അവിടുത്തെ വോട്ടെല്ലാം
CPM കിട്ടിക്കൊണ്ടിരുന്ന വോട്ടെല്ലാം ഒലിച്ചുപോയി. പിന്നീട് ഒരു ഭരണവിരുദ്ധ വികാരം എന്തായാലും നമുക്ക് കാണാൻ കഴിഞ്ഞില്ല. അത് PC വിഷ്ണുനാഥ് എന്ന് പറയുന്ന യുവ സ്ഥാനാർത്ഥിയോട് ഉണ്ടായ ഒരു സ്നേഹം, അത് ആണ് തോൽവിക്ക് കാരണമായി നമുക്ക് മുകളിൽ കാണാൻ കഴിഞ്ഞത്. പക്ഷേ പാർട്ടി പിന്നീട് വിലയിരുത്തിയപ്പോൾ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ പാർട്ടിക്ക് വോട്ടർ ചോർച്ചയുണ്ടായി എന്ന് വിലയിരുത്തിയിട്ടുണ്ട്. മേഴ്സിക്കുട്ടിയമ്മ അല്ലെങ്കിൽ SL സജീവകുമാർ എന്ന് പറഞ്ഞ് ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട പ്രാദേശിക നേതാവുണ്ട്. അദ്ദേഹമാണ് ഈ തെരഞ്ഞെടുപ്പിനൊക്കെ ചുക്കാൻ പിടിച്ചിട്ടുള്ളയാൾ. പിന്നീടുള്ളത് ഞാൻ കൊല്ലത്തെ കാര്യം പറഞ്ഞപ്പോൾ പോലെ തന്നെ ചിന്താ ജെറോം. ചിന്തയുടെ പേരിങ്ങനെ പല തെരഞ്ഞെടുപ്പുകളിലും പല സ്ഥലത്തും പറഞ്ഞു കേൾക്കുന്നുണ്ട്. അത് ഇവിടെ ഈ ഒരു ക്രൈസ്തവ മുഖം പാർട്ടിക്ക് അങ്ങനൊന്നും ഇല്ല, പക്ഷേ പാർട്ടി ഇവിടുത്തെ ഒരു ഇത് നോക്കുമ്പോൾ കുറച്ച് ക്രൈസ്തവ വോട്ടുകളൊക്കെ ഉള്ള ഒരു മണ്ഡലമാണ് ഇതെന്ന് പറയുന്നത്. അതുകൊണ്ട് മേഴ്സിക്കുട്ടിയമ്മ അല്ലെങ്കിൽ ഈ 2 പേരുകൾ, മൊത്തം 3 പേരുകളാണ് സജീവമായി പരിഗണിക്കുന്നത്. ഒരുപക്ഷെ മേഴ്സിക്കുട്ടിയമ്മയ്ക്ക് തന്നെ ഞെറുക്ക് വീണേക്കാം. മറ്റിടത്ത് സുല്ല് പറഞ്ഞു BJPക്ക് എന്തെങ്കിലും സ്വാധീനമുണ്ടോ? ഇല്ല, BJP അങ്ങനെ ഒരു വലിയ സ്വാധീനം ഉണ്ടാക്കിയ സ്ഥലമല്ല. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ കേരളം ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു മത്സരമാണ് കൊട്ടാരക്കര നിയമസഭാ മണ്ഡലത്തിലേത്. അതൊരു പക്ഷേ ഈ അടുത്ത കാലത്ത് വന്ന ഒരു രാഷ്ട്രീയ മാറ്റമാണ് ഈ മണ്ഡലത്തെ അത്രമേൽ ശ്രദ്ധേയമാക്കുന്ന ഒരു കാര്യം. ആയിഷ പോറ്റിയുടെ കോൺഗ്രസ് പ്രവേശനം. എന്തായാലും ആയിഷ പോറ്റി തന്നെയായിരിക്കും ഇവിടെ UDF സ്ഥാനാർത്ഥി എന്ന് ഉറപ്പിക്കാം. KN ബാലഗോപാൽ സിറ്റിംഗ് സീറ്റ് നിലനിർത്തുമോ എന്നതാണ് മറ്റൊരാകാംക്ഷ. CPM-നെ സംബന്ധിച്ച് വളരെ ടൈറ്റ് പോരാട്ടം ഉള്ള ഒരു സ്ഥലമാണ് ഇതെന്ന് തോന്നുന്നു. കാരണം ബാലകൃഷ്ണപിള്ള എന്ന് പറയുന്ന അതികായൻ, കേരള രാഷ്ട്രീയത്തിൽ തന്നെ അതികായനെ വീഴ്ത്തിയ ആളാണ് ആയിഷ പോറ്റി. അതും വലിയ പരിചയം, പൊളിറ്റിക്സിൽ വലിയ പരിചയമൊന്നുമില്ല. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡൻ്റ് ആയിട്ടുണ്ട്, ജില്ലാ പഞ്ചായത്ത് മെമ്പറായിട്ടുണ്ട്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റ് ആയിട്ടുണ്ട്. UDF-നെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അവർക്ക് ഇവിടുന്ന് പിക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല കാൻഡിഡേറ്റ് ആരാണ് എന്ന് ചോദിച്ചാൽ അത് ആയിഷ പോറ്റി തന്നെയാണ്. അത് CPM-ന് അടിത്തറയുള്ള സ്ഥലമാണ്. CPM ജയിക്കുമെന്ന് അവരിപ്പോഴും പ്രതീക്ഷിക്കുന്ന സ്ഥലമാണ്. ബാലഗോപാൽ ഈ മണ്ഡലത്തിൽ കുറേ വികസനങ്ങൾ, ധനമന്ത്രി എന്ന നിലയിലല്ലാതെ തന്നെ അദ്ദേഹം കുറേ വികസനങ്ങൾ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. എന്തായാലും ആയിഷ പോറ്റിയുടെ ഗരിമയിലൂടെ കൊട്ടാരക്കര UDF പിടിക്കുമോ എന്നതാണ് കൊട്ടാരക്കരയിൽ നിന്നുള്ള ആകാംക്ഷ ബാക്കി വെക്കുന്ന ചോദ്യം. ശബരിമല വിഷയത്തിൽ ഒരു കാരണവശാലും ഇടതുപക്ഷത്തിന് യാതൊരു പോലും കേൾക്കില്ല. കാര്യം ഇപ്പോൾ നമ്മൾ ഈ ദിവസങ്ങൾ കഴിഞ്ഞ് വന്നപ്പോൾ ഇതിൻ്റെ ആരാണ് ഇത് മോട്ടിച്ചതെന്നും ആരാണിത് കൊണ്ടുപോയതെന്നും ഒക്കെ കൃത്യമായ രീതിയിൽ ചാനൽ വഴിയും പത്രം വഴിയും വന്നുകൊണ്ടിരിക്കുകയാണ്. അതിനകത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്: ഉപ്പ് തിന്നവൻ ആരായാലും വെള്ളം കുടിക്കും. ശബരിമല അയ്യപ്പൻ്റെ ഒരു തരി സ്വർണ്ണം പോലും നഷ്ടപ്പെടാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അനുവദിക്കില്ല എന്ന് നമ്മുടെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ അസന്നിഗ്ധമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. കേരളത്തിൽ UDF-നായിരിക്കും. എന്തുകൊണ്ടാണ് UDF അധികാരത്തിൽ വരാൻ സാധ്യത? LDF-ൻ്റെ ഈ അഴിമതി ചിന്താഗതികൾ എല്ലാവരുടെയും മനസ്സിൽ ഇരിക്കുമോ? അങ്ങനെ UDF അധികാരത്തിൽ വന്ന ആര് മുഖ്യമന്ത്രിയാണെന്ന് ആഗ്രഹിക്കുന്നു? അതിപ്പോൾ പറയാൻ പറ്റത്തില്ല. ഇല്ല, അവിടെയും മുടവലിയില്ല. അല്ല, ചേട്ടൻ്റെ ഒരു ആഗ്രഹമല്ല. എങ്ങനെ ആഗ്രഹം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? രാഷ്ട്രീയപരമായിട്ടുള്ള അഭിപ്രായങ്ങൾ പൊതുവെ അങ്ങനെ പറയാറില്ല. ആര് വന്നാലും നല്ലതായിട്ട് ഭരിക്കണം എന്ന് ആഗ്രഹിക്കുന്നത്. അത്ര നല്ലതായിട്ട് ഭരിക്കുന്ന അഴിമതിയൊന്നും ഇല്ലാത്ത ഭരിക്കണം. അതെ, ആരായാലും നമുക്ക് നല്ലതാണ്. ആരും അധികാരത്തിൽ വരുന്ന BJP വരണമെന്ന് ആഗ്രഹം. BJP വരാൻ എന്താ ആഗ്രഹം? നല്ല പാർട്ടിയല്ലേ BJP. ഭരണത്തിലായാലും കേന്ദ്രം ഭരിക്കുന്നത് നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നില്ലേ? LDF തെരഞ്ഞെടുപ്പ് വരായിരിക്കും അല്ലേ? ആരധികാരത്തിൽ വരണം? LDF തന്നെ, പിണറായി സർക്കാർ തന്നെ ഇനിയും ഭരിക്കണം. അതാണ് എനിക്കുള്ള ആഗ്രഹം. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ഇതുവരെ നല്ല ഭരണം കുഴപ്പമില്ലാത്ത രീതിയിൽ പോകുന്നുണ്ട്. എല്ലാ കാലവും ഒരാൾ ശരിയാകത്തില്ലല്ലോ. അതുകൊണ്ട് ജനങ്ങൾക്കൊരു മാറ്റം വരണമെന്ന് വിചാരിച്ചാൽ മാറത്തില്ലേ? അതേ UDF കയറാൻ സാധ്യതയുണ്ടെന്ന പൊതുവെ ഒരു സംസാരം. മൂന്നാം തുടർഭരണം ലക്ഷ്യമിടുന്ന LDF വോട്ട് കണക്കിൽ കണ്ണുവെക്കുന്ന പ്രധാനപ്പെട്ട ജില്ലകളിലൊന്നാണ് കൊല്ലം. എന്നാൽ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഫലം LDF-നെ സംബന്ധിച്ച് അത്രമേൽ ശുഭകരമല്ല. ഈ തെരഞ്ഞെടുപ്പ് പരാജയത്തെ മറികടക്കാൻ LDF-ന് കൊല്ലത്ത് കഴിയുമോ, അതോ UDF ആ ടെമ്പോ നിലനിർത്തുമോ? അതാണ് ചോദ്യം. എന്തായാലും മറ്റൊരു ജില്ലയിലെ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം.